ഹലോ ഗെയിമേഴ്സ്, മിസ്റ്റർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കളക്ഷൻ ലെവൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും വീട്ടിലോട്ട് പോവാം. വീട്ടിലെല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെത്തിക് എംബ്ലം ഡ്രസ്സ് അതിൽ നിന്ന് എങ്ങനെ റെഡീം ചെയ്യുമെന്ന്. സോ ഈ മെത്തിക് എംബ്ലം പർച്ചേസ് ചെയ്യാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റെഡീം ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇത് കംപ്ലീറ്റ് ആക്കാനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്. സോ നമുക്ക് മാക്സിമം ഔട്ട്ഫിറ്റുകൾ കിട്ടാനുള്ളൊരു വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ സീസണിലോട്ട് തന്നെയാണ്. സീസണിലോട്ട് വരുമ്പോൾ തന്നെ ഇത് അവിടെ റിവാർഡ്സ് കണ്ടും. അപ്പോൾ റിവാർഡ്സ് എടുക്കുമ്പോൾ തന്നെയാണ് ഡയമണ്ട് നമുക്ക് M249 പ്ലാറ്റിനത്തിൽ നമുക്കിത് മാസ്ക്, ഗോൾഡ്, ഡ്രസ്സ് ഇങ്ങനെ കുറേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ലെജൻഡറി ആണ്. സോ ആരും മിസ്സാക്കരുത്. ലെജൻഡറി ആണെങ്കിൽ നമുക്ക് കയറുന്ന ലെവൽ കയറുന്ന പോയിന്റ് കൂടുതലായിട്ട് കയറും. അതുപോലെ മാസ്ക് ഏസ് അടിച്ചാൽ ഏസ് മാസ്ക് അടിച്ചാൽ ഒരു ക്യാപ്പ് കിട്ടുന്നുണ്ട്. മാക്സിമം എല്ലാ ഏസ് മാസ്റ്റർ വരെ അടിക്കാൻ നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അടുത്ത വീഡിയോ എടുക്കുമ്പോൾ പാസ്റ്റ് സീസണിൽ ഒരു പാരച്യൂട്ട് ആണെന്നാണ്. അതുപോലെ തന്നെ കറണ്ട് സീസണിൽ പാരച്യൂട്ടാണ്. അതുപോലെ പാസ്റ്റ് സീസണിലുണ്ട് കുറേ അധികം പാരച്യൂട്ടുകൾ, അതുപോലെ തന്നെ ഔട്ട്ഫിറ്റുകൾ, ഗൺ സ്കിന്നുകൾ, അങ്ങനെ കുറേ ഉണ്ട്. മാക്സിമം ലെവൽ എടുക്കാൻ നോക്കുക. ഇതെടുത്താൽ ഓരോ നമ്മുടെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 58 ലെവലെത്തി ആയാലാണ് നമുക്കൊരു 8-10 മെത്തിക് എംബ്ലംസ് കിട്ടുള്ളൂ. സോ മാക്സിമം ഇതെല്ലാം റെഡീം ചെയ്ത് നോക്കുക. ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്ക് മിസ്സായി പോയിട്ടുള്ള റിവാർഡ്സ് ഒരുപാടുണ്ട്. സോ നമ്മളെല്ലാം എടുക്കാൻ നോക്കുക. MKയുടെ സ്കിൻ, AWL സ്കിൻ, കാറിൻ്റെ സ്കിൻ, അങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ അടിയിലോട്ട് വന്നാൽ നമുക്ക് ബാക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്കത് വേണ്ട നമ്മുടെ സീസണിൽ നമുക്കിത് കുറേ ഔട്ട്ഫിറ്റുകളുണ്ട്. മാക്സിമം ഇതെല്ലാം ഫ്രീ RP ആണെങ്കിൽ അതിനകത്ത് ഇമോട്ട് റെഡീം ചെയ്താൽ പോലും നമുക്ക് ലെവൽ കൂടുന്നത്. അതുപോലെ പാരച്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ കുറേ അധികം റിവാർഡ്സ് നമ്മുടെ റോയൽ പാസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ RP എടുക്കുന്ന കൂട്ടുകാർക്ക് പെട്ടെന്ന് ആ ലെവൽ കയറി പോകുന്നതാണ്. RP ഇല്ലാത്ത കൂട്ടുകാർ മാക്സിമം ഒരു 80-75 വരെയെങ്കിലും RP കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അങ്ങനെ കുറേ റിവാർഡ്സ് നോക്കി. ഉസിയുടെ സ്കിൻ, ഇമോട്ട്, കുറേ ഡ്രസ്സ്, ഔട്ട്ഫിറ്റ്, അങ്ങനെ കുറേ അധികം സാധനങ്ങളൊക്കെ വീണ്ടും RPയിലുണ്ട്. സോ മാക്സിമം ഇതെല്ലാം കളക്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ കിട്ടുവാം. ഇത് നമ്മുടെ സീസണിലോട്ട് തന്നെ വന്നാൽ അടിയിൽ സൈക്കിൾ G എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ നോക്കി സൈക്കിൾ റിവാർഡ്സ് ഉണ്ടാവും. അതിനകത്ത് മെത്തിക്കായുള്ള ഹെഡ് ഗിയർ, 3 സീസണിൽ ഡയമണ്ട് അടിച്ചാൽ മെത്തിക്കായുള്ള ഹെഡ് ഗിയർ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 3 സീസണിലും ക്രൗൺ അടിച്ചാൽ മെത്തിക്കായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഔട്ട്ഫിറ്റ് എനിക്ക് ഇതിനകത്ത് ഹെഡ് ഗിയർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ പറയണേ ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. മാക്സിമം ഇതെല്ലാവരും എടുക്കാൻ നോക്കുക. എല്ലാവരും മാക്സിമം ഒരു ക്രൗൺ എങ്കിലും ഏസെങ്കിലും അടിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ബോർഡും കിട്ടുന്നതാണ് ഗൈസ്, ബോർഡും കിട്ടുന്നതാണ്. ഇതൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗൈസ് പെട്ടെന്ന് ലെവൽ കയറിയിട്ട് നമുക്ക് ആ ഒരു മെത്തിക്ക് നമ്മൾ റെഡീം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഇവൻറ്റ് സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു മെത്തിക് ഡ്രസ്സ് നമുക്ക് റെഡീം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് റെഡീം സെക്ഷനിൽ വന്ന ട്രഷറിൽ നമുക്ക് ഇങ്ങനത്തെ വൗച്ചേഴ്സ് കാണാം. ഈ വൗച്ചേഴ്സ് എടുത്തിട്ട് ഈ സ്ക്രാപ്പുകൾ എടുത്തിട്ട് നമുക്കിങ്ങനെ കൂട്ടി വെച്ച് നമുക്ക് ക്രേറ്റ് ഇറക്കാം. അതുപോലെ തന്നെ റെഡീം സെക്ഷനിൽ വന്നാൽ ലെജൻഡറി മെത്തിക്കുമായിട്ടുള്ള കുറേ വെപ്പൺ സ്കിന്നുകളൊക്കെ അങ്ങനെ കുറേ കാണുന്നതാണ്. അതൊക്കെ നമ്മൾ മാക്സിമം റെഡീം ചെയ്യുക. ലെജൻഡറി മെത്തിക്കൊക്കെ മാക്സിമം റെഡീം ചെയ്യാൻ നോക്കുക. അതിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ കുറേ ഹെൽമെറ്റ്, അതുപോലെ തന്നെ കുറേ ഗൺ സ്കിൻ. നിങ്ങൾക്ക് ഗൺ സ്കിൻ ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ നിന്ന് ഗൺ സ്കിൻ എടുക്കാവുന്ന. അതുപോലെ പാരച്യൂട്ട്, ഹെൽമെറ്റ്, ഫ്ലൈറ്റിൻ്റെ സ്കിൻ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും എടുത്തേക്ക് ആവശ്യം വരും. അതുപോലെ തന്നെ നമ്മൾ അടിയിലോട്ട് വരുമ്പോൾ നമ്മൾ കുറേ റിവാർഡ്സുകൾ ഇനിയുണ്ട് ഗൈസ്. US സ്കിന്നിന് ഇപ്പോഴും ആൾക്കാർക്കില്ലാത്ത സാധനം US സ്കിന്നിന് അത് എടുക്കാവുന്നതാണ്, ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടിയിലോട്ട് വരുമ്പോൾ കുറേ ലെജൻഡറി, അതുപോലെ തന്നെ പാരച്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമോട്ട്, അതും ലെജൻഡറി ഇമോട്ട് നമ്മുടെ ആ ഒരു റെഡീം ഷെക്കിൽ വന്നിരിക്കുകയാണ്. വെറും AG കറൻസി കൊടുത്ത് മാത്രം നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു ലെജൻഡറി ഇമോട്ടുകളാണ്. അതും പെർമനൻ്റ് ആണ് ഗൈസ്. അടിപൊളിയായിട്ടുള്ള ഇമോട്ടുകളാണ് ഗൈസ്. ആരും മിസ്സാക്കരുത്. സോ മാക്സിമം എല്ലാം റെഡീം ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈവൻറ്റ് സെക്ഷനിൽ വരുമ്പോൾ അടിയിലോട്ട് വരുമ്പോൾ കണ്ട ഈ സ്പോർട്സ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവും. അതിനകത്ത് ഔട്ട്ഫിറ്റും ഒരു ഹെഡ് ഗിയറും കൊടുത്തിട്ട് അത് മാക്സിമം എല്ലാവരും എടുക്കാൻ നോക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ റിട്ടേൺ മിഷനിൽ ഒരു സ്കാറിൻ്റെ സ്കിൻ കൊടുക്കുന്നുണ്ട് ഗായ്സ്. അത് എപ്പിക്ക് സ്കിന്നാണ് ഗായ്സ്. മാക്സിമം എല്ലാവരും എടുക്കാൻ നോക്കുക. മാക്സിമം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കിന്നാണ്. എടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ വരുമ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഉണ്ട്. പണ്ടേ മുതലുള്ളതാണ് ഗൈസ്. 800 മാച്ച് നമ്മൾ ക്വിക്ക് മാച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു കളി കളിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കയറുന്നത്. വെറും 800 മാച്ച് കളിച്ചാൽ ഒരു ലെജൻഡറി ആണ്. പെട്ടെന്ന് അവിടെ പോയിന്റ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മാക്സിമം എടുക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മറ്റൊരു പുതിയ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.